താജ്മഹൽ തേനിയിലെ കട്ടട്ടുമാ താജ് മൂസ സേല വാങ്ങി കൊടുക്കട്ടുമാ ടിക്കറ്റ് 2 എടുക്കട്ടുമാ ദാഗത്തുക്ക് ജിഗിര് തണ്ടാ കലക്കട്ടുമാ മെതുവാ നീ പാത്താ മധുരേ നാന്താരേ തങ്കമേ നീ ചിരിച്ചാ തമിഴ്നാട്ടെയേ നാന്താരേ கம்மங்காடு நீ கம்மங்காடு குறுபாடு ரொம்ப பசியோடு சோளக்காடு நீ சோளக்காடு சொற்று குருவி வந்த மாலை போடு எம்மானா மதுர குதிரை ஒன்னு கலக்குதடா என் மாமா மனச எதிர நின்னு இழுக்குதடா மெல்ல மச வீதி வர மதுரைக்கு நான் கத்துற தவணிய பார்த்தா மட்டும் ஞானப்பழம் நாங்க பொண்ணுங்களை பார்க்க மாட்டோம் பார்த்தாலும் பேச மாட்டோம் அப்படியே பேசினால் ஐயோ ஐயோ போடு ஒன்னா ஆட்டம் போடு ஓடா ஒழுங்கா கடலை போடு போடு புதுசா நோட்டம் போடு அழகா இருந்தா தோட்டம் போடு ശ്രീഹരി അടിപൊളിയായിരുന്നടാ. താങ്ക് യു പ്രോപ്പർട്ടീസ് ഒക്കെ യൂസ് ചെയ്ത് നിന്റെ ഡാൻസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റി. അടിപൊളിയായിരുന്നു. സൂപ്പർ. നിനക്കെന്ത് തോന്നി? ഡാൻസ് ഒക്കെ സൂപ്പറായിരുന്നു പാട്ട് കൊള്ളായിരുന്നൊരു സംശയം അന്നോട് പറഞ്ഞ നീ ഡാൻസ് ഒക്കെ സൂപ്പറായി ആ പാട്ട് കൊള്ളായിരുന്നൊരു സംശയം പാട്ട് എവിടെയാണ് നിനക്ക് കൊളായെന്ന് തോന്നിയേ? ജഡ്ജസ് പ്ലീസ് നോട്ട്. ആ നമ്മള് നല്ലതാ എഴുതി വെച്ചിരുന്നത്. പോട്ടെ, കുളമായി എഴുതിയ. അല്ല വേണ്ട അല്ല നിനക്ക് എവിടെ തോന്നിയെന്ന് പറ. കുറുക്ക പുറത്തതിർക്ക് വേൺ ചേട്ടാ അതൊന്ന് പാടി കേൾപ്പിക്കും. കുറുക്ക பார்த்ததற்கு பல குடும்பத்தில் சண்டையடி எதிர்க்க பார்த்து புட்டா நெஞ்சில் நெருப்பு எரியுதடி അവിടെയാണ് പ്രോബ്ലം. ആ ബ്രിഡ്ജ് കേട്ടാ രണ്ടിടത്തും. ഓക്കെ ഗുഡ് ദാറ്റ് യു നോട്ടീസ്ഡ് ഇറ്റ്. കേട്ടാ മോനെ, അത് വേണം. ഓക്കെ ഇനി ശരിക്കും പാട്ട് എങ്ങനെ ഉണ്ടായെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. അല്ല ഇനി അത് ശരിയാക്കി പാട്. അതെ ഓക്കെ എന്നാ ഫസ്റ്റ് വേണിച്ചേട്ടൻ തന്നെ തുടങ്ങിക്കോ. അതെ വേണുചേട്ടൻ ഇന്നത്തെ ഗണപതി വേണുചേട്ടൻ. നടക്കട്ടെ. நெஞ்சில் நெருப்பு அதனோ ആ. நெஞ்சில் நெருப்பு குறுக்க பார்த்ததுக்கே பல குடும்பத்தில் சண்டையடி எதிர்க்க பார்த்து புட்டா நெஞ்சில் நெருப்பு எரியுதடி ശരിയായോ? യെസ് ഹാപ്പി ആയി വേണുചേട്ടൻ. ഓക്കെ ഗുഡ് ഗുഡ് ശരി. താങ്ക് യു സർ ഇത് കൂടുതൽ എന്താ ഞാൻ പറയാനുള്ളത്? ഒരു വിജയ് അല്ലേ? വിജയ് വിജയാന്ന് അവൻ അതെ ഇവിടത്തെ നമ്മുടെ വിജയ് ആ അതെ അല്ലേ? നമുക്കിവിടെ ലാലേട്ടനുണ്ട്, വിജയുണ്ട്, എല്ലാരും പല ഉണ്ടല്ലേ? ആൾക്കാരും ഉണ്ട്. ആ കൊള്ളാം. ഓക്കെ വെരി ഗുഡ്. താങ്ക് യു സർ താങ്ക് യു വേണിച്ചേട്ടാ. ശരത് എം സർ. മക്കളെ ഓ ചക്കരെ, ഓ ഇത് ആരാണ്? ഇത് ഏത് ഫിലിം? ആര് മ്യൂസിക്? ആരെഴുതി? ഫിലിം തിമിറ് ആ ലിറിക്സ് തിമിറല്ലടാ, തിമിര്. തിമിര് ആ. ലിറിക്സ് തിമിരെന്ന് പറഞ്ഞാൽ എന്താണ്? പരിപ്പ് തരിപ്പോ എണിച്ച് പോയാ ദേഷ്യം അതൊന്നും പറയടാ, അഹങ്കാരം. ആ. എന്നടാ തിമിര പേച്ചറേ എന്ന് പറഞ്ഞാൽ എന്താടാ അഹങ്കാരത്തോടെ? അതാണ്. ഓക്കെ. പിന്നെ ലിറിക്സ് നാ മുത്തുകുമാർ സാർ. നാ മുത്തുകുമാർ. ഓക്കെ. മ്യൂസിക് യുവൻ ശങ്കർ രാജ സാർ. അത് ആരാ? അത് ഇത് ശങ്കർ രാജ. അത് മറ്റേ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളായിരുന്നു. പിന്നെ അല്ല ഇപ്പൊ നമ്മുടെ അടുത്തിരിക്കുന്നില്ല ശരത്ത്. ശരത് ചന്ദ്രവർമ്മ ഉഗ്രൻ ലിറിസിസ്റ്റാണ്. പക്ഷെ അദ്ദേഹത്തിന് കൂടുതൽ നമുക്ക് മനസ്സിലാവുന്ന എങ്ങനെയാണ്? വയലാർ സാറിന്റെ മകൻ. അതുപോലെ ഇതിനും ഒരു ബന്ധമുണ്ട്. ഇത് ഇളയരാജ സാറിന്റെ എന്റെ ദൈവമേ, രാജാ സാറ് കേട്ട എന്ത് വിചാരിക്കൂടാ? യുവൻ ശങ്കർ രാജ അത് എത്ര ഹിറ്റ് പടങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇവൻ.
അപ്പൊ മക്കളെ ഇത് ഒരു 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 വലിയൊരു ഒരു ജിമ്പിടി ചിപ്പിടി പാട്ടൊന്നും അല്ല, അത്ര ഫീൽ ചെയ്തില്ല നമുക്ക്. എൻ്റെ ഒരു അവസ്ഥയാണ് പറയുന്നത്. ഇത് ഇപ്പൊ യുവൻ ശങ്കറിന്റെ തന്നെ വേറെ ഉഗ്രം വേറെ ഇത് നല്ല രസമാണ്. പക്ഷെ ഇതിനേക്കാളും ഗുമ്മുള്ള കുറച്ചും കൂടെ നിനക്ക് തകർക്കാൻ പറ്റിയ പാട്ടുകളുണ്ടായിരുന്നു. അതെന്താ എടുക്കായിരുന്നു? പിന്നെ മോനെ ഒരു ചിരി മിസ്സിങ് ആയിരുന്നടാ. നീ ഭയങ്കര വിഷമം പിടിച്ച് എന്തോ ദുർഘടാവസ്ഥയിൽ നിന്ന് പാടുന്ന പോലെ ഇരുന്നു. ഡാൻസിൽ ഭയങ്കര കോൺസെൻട്രേറ്റ് ആയി പോയാ നീ. ഇപ്പോഴും അവന്റെ കാലം അനയിക്കൊണ്ടിരിക്കുക. അനങ്ങാണ്ടിക്കടാ. മക്കളെ അതൊന്ന് ഒരു സന്തോഷത്തോടെ പാടാമോ? ഒരു 2 ലൈൻ ഫസ്റ്റ്. മാന മധുര കുതിര ഒന്ന് കലക്കുതടാ, എ മാമ മനസ്സ എതിര നിന്ന് ഇഴുക്കുതടാ. മക്കളെ അതില് പവറാണ് വേണ്ടത് കേട്ടോ. അത് നീ എപ്പോഴും വെച്ചോണം. അത് പാത്തോസ് ആവാൻ വളരെ എളുപ്പമാണ് ഈ ട്യൂൺ. നീ ഒന്ന് ശക്തിയോടെ പിടി എന്ന് പാടുന്നേരം പറഞ്ഞിട്ട് ഡയലോഗ് പറ. അതൊരു വളരെ ബ്രിമ്മിലാണ് നീ പാടുന്നത്. അപ്പൊ അതിന്റെ ഒരു വികാരം കൊടുക്കുക. മധുര കുതിര ഒന്ന് കലങ്കുതടാ കലക്കുതടാ. കലങ്കുതട എന്ന് പറഞ്ഞ മനസ്സ് വിഷമിച്ച് തകർന്നെന്നാ അർത്ഥം. കലക്കുതട എന്ന് പറഞ്ഞാൽ കലക്കുന്നതെന്നർത്ഥം. ഒരു ചെറിയ വ്യത്യാസമുള്ളൂ, പക്ഷെ അത് ഭീകര വ്യത്യാസം മോനെ കേട്ടോ. കലക്കുതടാ. അവൻ അത്രേ പാടു കേട്ടോ. പാറു നമ്മൾ എന്താവശ്യപ്പെട്ടോ അത് മാത്രം കൃത്യമായിട്ട്. മധുര കുതിര ഒന്ന് കലക്കുതടാ. ഗുഡ്. മാമ മനസ്സ് എതിര നിന്ന് ഇഴുക്കുതടാ. മോനെ എതിര നിന്ന് മോനെ എതിരേ അല്ല എതിര നിന്ന് ഇഴുക്കുതടാ. மெல்லமச வீதி வர மதுரைக்கு நான் கத்துற தவணிய பார்த்தா மட்டும் ஞானப்பழம் நாங்க. മോനെ അതെന്താ എന്താണ് ലിറിക്സ്? மெல்லமச வீதி മേലെ മാസ വീതിയാ എന്താണ് അത്? ഓക്കെ വീതി വര മധുരയ്ക്ക് മധുരയ്ക്ക് നാങ്കതുര. എടാ ഞാൻ കുതിരയെന്നല്ല ദുരൈ. പിന്നെ മോനെ ആ അനുപല്ലവി തുടക്കമൊക്കെ കുറച്ച് ശ്രുതി പ്രോബ്ലം. പിന്നെ വേണുചേട്ടൻ ഇവിടെ ഇരിപ്പിടം എണീറ്റതാ വേണുചേട്ടൻ. എനിക്ക് ഇവിടെ ഇരിക്കണ്ടെന്ന് പറഞ്ഞു ആ ക്രോമാറ്റിക്കിൽ. അത് കുറച്ചും കൂടെ ക്ലാരിറ്റിയോടെ അങ്ങോട്ട് കാച്ചണ്ടേ. അപ്പൊ അനുപല്ലവിടെയൊക്കെ ഇപ്പൊ പാടിയില്ലേ, അത് കൃത്യമായിട്ട് പാടിയിട്ട് പല്ലവി ഒന്ന് എടുത്ത് പാടിയേ നോക്കട്ടെ. കുറുക്ക பார்த்ததுக்கே பல குடும்பத்தில் சண்டையடி, எதிர்க்க பார்த்து புட்டா நெஞ்சில் நெருப்பு எரியுதடி. അത് അങ്ങ് എത്തട്ടെ. എനിക്കിത് കേൾക്കുമ്പോഴേ അത് എങ്ങനെയായിരുന്നു ആ പാട്ട്? സോറി, ഇപ്പൊ പാടിയൊന്ന് പാടിക്കാൻ മോനെ. നെഞ്ചിൽ നെരുപ്പ് എരിയുതടി. ആത്താ ആത്തോരമാ ബാരിയാം നാ പാത്താ പക്കാമലേ പൊറിയാ அடகாக்கம் பக்கம் யாரும் இல்ல அள்ளிக்கலாம் புள்ள யாத்தா ஆத்தோரமா பாரியா நான் பார்த்தா பார்க்காமலே போறியா யா 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 யா. ഇല്ല അത് അച്ഛൻ്റെ പാട്ടാ കേട്ടോ, അതുകൊണ്ടാ പാടിയത്. വേറെ ആരെങ്കിലും അങ്ങനെ ആ പാടത്തില്ലായിരുന്നു കേട്ടോ. രാജാസാറിന് സന്തോഷമായി കാണും. പിന്നെ നമ്മുടെ വൈഗ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി, സൂപ്പർ. നിനക്ക് പേര് ദോഷം ഉണ്ടാക്കുന്നോണം അടുത്തിരിക്കുന്ന 2 കുഞ്ഞന്മാര് കുറച്ച് കുളമാക്കി. നമ്മുടെ ആങ്കറിന് എന്ത് സെൻസാണെന്നാണ് ഞാൻ ആലോചിച്ചു. അവൾ അത് വന്നപ്പോൾ പാറുവിന് ഇഷ്ടപ്പെടുന്നതല്ല, അവളിങ്ങനെ തിരിഞ്ഞിരിഞ്ഞു നോക്കുക എന്തോന്നായി പാടുന്നതെന്ന്. പാറു, ഐ റിയലി അപ്രീഷിയേറ്റ്. നീ ഒരു സെൻസിബിൾ പേഴ്സൺ ആടാ നീ. ലവ് യു. അത്രേ ഉള്ളൂ എനിക്ക് പറയാൻ. ശ്രീഹരിക്കുട്ടാ, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ഈ പാട്ടില് പാടാൻ സ്കോപ്പും ഉണ്ട്. ആൻഡ് മോന്റെ മൂവ്മെന്റ്സ് ഭയങ്കര രസമായിരുന്നു കാണാൻ. അത് താഴെ ഇങ്ങനെ നിന്ന് സ്റ്റെപ്പ് അത് ഒന്നുകൂടെ കാണിച്ചു തരുമോ? പിന്നെ ശങ്കർ മാധവൻ സാറിനെ ധ്യാനിച്ച് പാടിയ പോലെ ഫീൽ ഉണ്ടായിരുന്നു കുറെ സ്ഥലങ്ങളില്. അത് ഭയങ്കരമായിട്ട് അടിക്കുന്നുണ്ടായിരുന്നു.
എന്നാൽ പോലും മോന് ആ ഒരു കുറച്ചുകൂടെ എനർജി വേണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ശരത് സാറ് പറഞ്ഞ പോലെ ഈ ഒരു സ്റ്റൈൽ ഓഫ് സീൻ ചിലപ്പം നമുക്ക് പാത്തോസിലോട്ട് പെട്ടെന്ന് നീങ്ങാൻ പറ്റുന്നൊരു സ്റ്റൈൽ ഓഫ് സോങ് ആണ്. പക്ഷെ എന്നാലും ചില ഭാഗങ്ങളൊക്കെ വളരെ എനർജറ്റിക് ആയിരുന്നു. പിന്നെ സപ്പോർട്ട് ചെയ്ത ആരാണ്? വൈകക്കുട്ടി ഉണ്ടായിരുന്നു, പിന്നെ കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. അവർ അടിപൊളിയായിട്ട് സപ്പോർട്ട് ചെയ്തു. പിന്നെ മോനി ലിറിക്സ് ഒക്കെ എങ്ങനെയാ പഠിക്കുന്നത്? അതിപ്പോ ഇത്ര തെറ്റായിട്ടോ? ആ പ്രോസസ്സ് പറഞ്ഞു കൊടുക്കുക, എങ്ങനെയാണ് ശ്രീഹരി ലിറിക്സ് പഠിക്കുന്നതെന്നുള്ള. എഴുതി പഠിക്കും. അച്ചടാ, എഴുതി പഠിക്കാണ് പാട്ട്. അത് ഇവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട് ചേച്ചി, എഴുതി പഠിക്കണം. ആണോ? ഓക്കെ. അല്ല മക്കളെ, വേറൊരു കാര്യം കൂടി, ഇത് നമ്മൾ ഓരോ ലാംഗ്വേജും നമുക്ക് ചില അവർ കറക്റ്റായിട്ടുള്ള സ്ലാങ് ചിലപ്പോൾ നമുക്ക് കിട്ടത്തില്ല. പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ കേരളത്തിലുള്ളവരല്ലേ. അപ്പോൾ അത് എത്രത്തോളം മോനെ കൊണ്ട് അതിന് ശ്രമിച്ചത് പറ്റുമോ അത് ചെയ്താൽ നല്ലതാണ്. കാരണം തമിഴ്നാട്ടിലുള്ളവർ, പ്രത്യേകിച്ച് ഇതൊരു തമിഴ് പാട്ടായിട്ട് ഭാഷയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുകളാണ് തമിഴ്നാട്ടിലുള്ളത്. അവർക്ക് തമിഴെന്ന് പറഞ്ഞാൽ അവരുടെ ജീവനാണ്. അപ്പോൾ അത് മോടിച്ചിട്ട് തെറ്റുപാടിയാൽ അവർ ക്ഷമിക്കും, പക്ഷേ കൃത്യമായിട്ട് പാടിയാൽ നിന്നെ അവരുടെ അടുത്ത് നെഞ്ചത്ത് വെക്കും. അത് നീ മനസ്സിലാക്കിയാൽ മതി കേട്ടോ മോനെ. ഏത് ലാംഗ്വേജ് ആണെങ്കിലും അതിനോട് നമ്മൾ ശ്രമിക്കുക മാക്സിമം. അത് നമ്മൾ ചിലപ്പം പറ്റത്തില്ല എന്നാലും പറ്റും. അത് മനസ്സിലാക്കാം മക്കള് കേട്ടോ. ഓക്കെ സർ, ഓൾ ദി ബെസ്റ്റ് മോനെ. താങ്ക് യു സർ. എനിക്ക് ഇതിനകത്തൊന്നും പറയാനില്ല, എങ്കിൽ കൂടിയും രണ്ട് കാര്യം പ്രധാനമായിട്ട് പറയാം. ഇതിപ്പോൾ ഇപ്പം നേരത്തെ ഒരു നല്ലൊരു മെലഡി കേട്ടു, അതിനുശേഷം വന്നൊരു കാലഘട്ടത്തിന്റെ മാറ്റം പെട്ടെന്ന് പുതിയ തലമുറയിലേക്ക് വന്നു. പക്ഷേ ഈ പാട്ടുകാർ ഇത് നമുക്ക് സങ്കടം എന്ന് വെച്ചാൽ ആ സിനിമയിൽ നായകനും ഒത്തിരി പേര് ചേർന്ന് ചെയ്യുന്ന കാര്യങ്ങളാണ് പാടിക്കൊണ്ട് ഡാൻസും കൂടെ ചെയ്യുന്നത്. ഈ ഡാൻസ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെത്താണ് പോകുന്നത്. പിന്നെ അടുത്ത മനുവല്ലവിയിലേക്ക് അടുത്ത ചിലയിൽ കയറുമ്പോഴത്തേക്ക് ആ ശ്വാസം കിട്ടില്ല എന്നുള്ളൊരു വലിയൊരു ഭാരമുണ്ട് അല്ലേ. പക്ഷെ എന്നാലും അത് മേക്കപ്പ് ചെയ്ത് പോവുക. ഈ തമിഴിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞാൽ ഇത്രയും നല്ലൊരു ഭാഷ. എനിക്ക് സത്യത്തിൽ മലയാളത്തിൽ ജനിച്ചതിനേക്കാൾ തമിഴ് ജനിക്കാനായിരുന്നു കൂടുതൽ ഇഷ്ടം. കാര്യം ഭാഷയുടെ ഇപ്പം അമൃത് എന്ന് മലയാളത്തിൽ പറയുമ്പോൾ മൃഗ് എന്നുള്ളൊരു വാക്ക് നമ്മൾ വല്ലാണ്ട് വിഷമിപ്പിക്കും ഇല്ലേ പാടാനൊക്കെ. അവിടെ അമുദമല്ലേ? അമുദം. ഇത് സിമ്പിളായത്. ഇത് മധുരയെക്കുറിച്ചിട്ടുള്ളൊരു എനർജറ്റിക് പാട്ടാണ് കേട്ടോ. മധുര പട്ടണത്തെക്കുറിച്ച്, അവിടുത്തെ പല കാര്യങ്ങൾ, അവിടുത്തെ എനർജി, അവിടുത്തെ വിദ്യാഭ്യാസം, അവിടുത്തെ പ്രണയം, ആ പ്രണയത്തിനൊക്കെ മാറ്റി നിർത്തുക എന്നാണ് പറയുന്നത്. കാര്യം എനിക്ക് വേറെ ഉത്തരവാദിത്തമുണ്ട്, പഠിക്കാനുണ്ട്. അപ്പം അത് എല്ലാം കൂടെ ചേർത്തിട്ട് മധുരയുടെ ഒരു മധുരമാണ് ഈ പാട്ടിൻ്റെ മീനിങ്. അല്ലേ, അങ്ങനെ എനിക്ക് തോന്നുന്നത്. ഇപ്പം ഇവർ പറഞ്ഞത് തന്നെയാണ് പ്രാധാന്യം കൊണ്ടുപോവുക. എനിക്ക് തോന്നുന്നത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതൊരു അറിവില്ലായ്മയാണെങ്കിൽ ക്ഷമിച്ചത്. അയ്യോ, താങ്ക് യു ശരത്. ഓക്കെ ശ്രീഹരി, ഇനി മോനെ ചക്കരെ, ഈ അമുദം എന്ന് പറഞ്ഞൊരു എന്താ വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അമൃതം എന്നുള്ള ഒരു സാധനം, പക്ഷെ എന്നാലും അമൃതമാണ്. എങ്കിൽ കൂടെ അമുദം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒട്ടും ഈ നമ്മളെ ദേഹത്ത് കുത്തുന്ന ഒരു സാധനങ്ങളും ഇല്ല അല്ലേ. കുറേ കൂടെ സ്വീറ്റാണ്. തമിഴല്ലേ? ഞാൻ വേറൊരു ചോദ്യം ചോദിക്കട്ടെ, ഈ ലോകത്താദ്യം ഉണ്ടായ ഭാഷ ഏതാണെന്നറിയാം? തമിഴ് ആദ്യം ഫസ്റ്റ് ഭാഷ. അതൊക്കെ മനസ്സിലാക്കി വെച്ചു. ദേവമൊഴിയാണ് മോനെ തമിഴ്. അമുതും തേനും എതற்கு നീ അരുകിനിൽ ഇരുக்கையிலே எனக்கு അമുതും തേനും എതற்கு. അമുതും തേനും എന്തിനാ എനിക്ക്, നീ അടുത്തുള്ളപ്പോ. അതാണ് പാട്ട്. ഇത് ആരാണ് അഭിനയിച്ചതെന്നറിയാം ഈ പാട്ടില്? കേട്ടിട്ട് പോലും ആരും കേട്ട് കാണത്തില്ല. പാറുവിന് എനിക്ക് നമ്മുടെ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ഫിലിം അഭിനയിച്ചിട്ടുള്ള ഒരു മഹത് വ്യക്തിത്വമാണ്, നല്ല മനുഷ്യനാണ് ഈ പാട്ട് അഭിനയിക്കുന്നത്. അദ്ദേഹത്തിന്റെ വളരെ ചെറുപ്പകാലത്ത് കാണാൻ നസീർ സാർ കേട്ടോ. അത് ഇതൊക്കെ പറഞ്ഞതേ ഉള്ളൂ. ഈ നസീർ സാറിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കോട്ടെ. അദ്ദേഹത്തിനോട് ചോദിച്ചു, അങ്ങ് എന്താ ഇത്രയും സുന്ദരനായിരിക്കുന്നത്? സുന്ദരനല്ലേ? അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു മറുപടി, എന്നെ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ഉമ്മയ്ക്ക് എനിക്ക് മുലപ്പാല് തരാൻ പറ്റാത്ത പ്രശ്നമുണ്ടായിരുന്നു. കാര്യം മരുന്ന് കഴിച്ചുകൊണ്ട് മുലപ്പാല് കുറച്ചു കാലത്തേക്ക് കൊടുക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ചിറയൻകീഴ് മേഖലയിൽ പ്രസവിച്ച അമ്മമാരൊക്കെ എനിക്ക് മുലപ്പാല് തന്നിട്ടുണ്ട് പകരം. അത്രയും പേരുടെ മുലപ്പാലിന്റെ വാത്സല്യമാണ് എൻ്റെ സൗന്ദര്യം എന്ന് അദ്ദേഹം പറഞ്ഞു. വണ്ടർഫുൾ പേഴ്സൺ. ഇത്രയും നല്ലൊരു മനുഷ്യനെ, അദ്ദേഹത്തെയൊക്കെ കാണാനും ഞാൻ പറഞ്ഞില്ല എൻ്റെ അരങ്ങേറ്റത്തിനും ഒക്കെ വന്നതാണ്. അതൊക്കെ മഹാഭാഗ്യം. ഓക്കെ, ഇനി നമുക്ക് മാർക്സ് ചോദിക്കാം. ശരത് എം സർ. യെസ് സാർ. മാർക്ക് മക്കളെ, എം സാർ തരട്ടെ മാർക്ക്. ശരി, മക്കൾക്ക് 8.6. താങ്ക് യു സാർ. താങ്ക് യു ശരത് സാർ. വേണിച്ചേട്ടാ? 8.7.
5. താങ്ക് യു സാർ. താങ്ക് യു ചേട്ടാ. ചേച്ചി ചേച്ചി എഴുതുക. അവൾ കഥ എഴുതുകയാണ്. ഓക്കെ, സോ ടോട്ടൽ 17.1. ഓക്കേടാ. Ni pa maga sa sa